ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വിനി ശ്രുതിയുടെ നാളത്തെ പുത്തൻ പ്രമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, നീ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എവിടേക്ക് പോകാൻ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ 6 മാസത്തെ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊന്നും ഓർമ്മയില്ലേ? ആ 6 മാസം കഴിയുന്നത് വരെ നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറയുകയാണ്. അതിന് മുന്നേ നിനക്ക് എവിടേക്കും പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ പോകുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അശ്വിൻ ഒന്ന് ഞെട്ടിയിട്ട് പറയുക, ഞാനൊന്നും വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ സ്വാമിനെയും കൂട്ടിയിട്ടേ ഞാൻ പോകുന്നത്, സാർ എന്തായാലും വരണം എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മനോരമാൻ്റെയാണ്. മനോരമാൻ്റെ മോഹൻ അങ്കിളിനോട് ഒരു കാര്യം മനോരമ പറയുന്നുണ്ട് മോഹനോട്, അവളുടെ സൂത്രശാലിയായിട്ടുള്ള ആ അനിയത്തി ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രീതിനെ ഞാൻ എൻ്റെ വരച്ച വരയിൽ നിർത്തിക്കും, മെരിക്ക് എന്നെ കാലിൻ്റെ ഓട്ടിൽ എത്തിക്കും അവളേനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹനും പറയുന്നുണ്ട്, മനോരമേ, നീ വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, മോഹനേട്ടാ നിങ്ങളൊരു ബനാനയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ബനാനയോ? പഴം പുഴുങ്ങിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അശ്വിനെയാണ് കാണിക്കുന്നത്. അശ്വിനെയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ കൈയൊക്കെ കെട്ടിപ്പിടിച്ച് സ്വന്തം കൈയിനെ കേട്ടോ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശിയും അഞ്ജലിയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവളുടെ കൂടെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു അടിപൊളി പ്രേമമാണ് നമുക്ക് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ്സൊക്കെ കിടിലൻ എപ്പിസോഡ്സാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.